സുഹൃത്തുക്കളെ, ഞാനിന്ന് ഒരു വ്യക്തി താമസിക്കുന്ന ഒരാളുടെ വീട്ടിലുള്ളത്. ഈ ഒരു വീട് കാണുമ്പോൾ ഇവിടെ താമസിക്കുന്ന സ്ഥലമാണോ എന്നുള്ളത് നമ്മൾ ഞെട്ടിപ്പോവും. കേരളത്തിൽ ഇപ്പോഴും ഇങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ടോ എന്ന് നമ്മൾ തോന്നിപ്പോകുന്ന വിധത്തിലാണ് ഇവിടെ വന്നപ്പോൾ ശരിക്കും കാണാൻ പറ്റിയത്. ഇതിന്ന് അവർ അടുപ്പിൽ തീ വെച്ചിട്ടുള്ള, അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അടുപ്പ് കൂട്ടിയതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ പാത്രം ഒന്ന് കാണാം, അവർ ഉപയോഗിക്കുന്ന അടുപ്പാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക, ഇത് ശരിക്കും കണ്ണ് നിറയാതെ കാണാൻ കഴിയില്ല എന്ന രൂപത്തിലുള്ള ആ ഒരു കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. സത്യത്തിൽ ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനമല്ല, ഞാൻ ചാരിറ്റി വീഡിയോസ് ചെയ്യാറുമില്ല. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ സുഹൃത്താണ്, ലത്തീഫ് എന്നാണ് പേര്. ഇദ്ദേഹം രാവിലെ എന്നെ വിളിച്ചു. ഇദ്ദേഹം ഈ വീടിൻ്റെ വർക്കൊക്കെ എടുത്ത് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ രാവിലെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനമല്ല, ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ സത്യത്തിൽ നമ്മളൊക്കെ മനുഷ്യരാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം. ആ രൂപത്തിലുള്ള ഒരു കാഴ്ച, അതായത് ഒരു സ്ത്രീ മാത്രം താമസിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടേക്ക് ഒരാൾ താമസം ഉണ്ടായിരുന്നോ എന്ന് പോലും തോന്നിപ്പോവും. ഇതൊക്കെ അവർ വെള്ളം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അവർ ഭക്ഷണ സാധനങ്ങളിൽ വെക്കാനുള്ള റാക്കാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ എനിക്കിങ്ങനെ ഫോട്ടോസ് അയച്ചു തന്നിരുന്നു. നമ്മൾ ഈ വീട് ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായിട്ട് നിൽക്കുന്നത്. പക്ഷേ അവിടുത്തെ ഓരോ ഓടുകൾ എടുക്കുമ്പോഴും ഇവിടെ നോക്കിയേ, അതായത് ഇതിനെന്താണെന്ന് പറയാം, കോട്ടരുമാന്നോ അങ്ങനെ എന്തോന്ന് പേരിൽ പറയും. ഓരോ ഓടിലും ഓരോ ഭാഗത്തും ആ ഒരു ജീവി, അതായത് ഈ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാലാണ് വരിക. അതായത് ഈ ഓടിൻ്റെ മുകളിലൊക്കെ പോയി നോക്കിയാൽ കാണുമ്പോൾ നമ്മുടെ ദേഹത്ത് ഇത് കയറിയില്ലെങ്കിൽ കോരിത്തരിക്കുന്ന രൂപത്തിലുള്ള ആ കോട്ടരുമകൾ. അപ്പോൾ അവർ കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കാണുന്ന ഈ ഒരു കട്ടൽ, ഈ ഒരു ഒറ്റ കട്ടലാണ്, ഒറ്റ മുറി കട്ടൽ റൂമാണ്. അപ്പോൾ മുകളിൽ അതിങ്ങനെ പൊളിച്ചടക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യാട്ടാ. അപ്പോൾ ഇതാണ്ടാ, ഇതൊക്കെ കോട്ടരുമയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ലതെന്ന് പറയാൻ ശരിക്കും നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോറ് മാത്രമാണ് നമുക്ക് കാണാം. ഇവിടേക്ക് ഒരു ഡോറ് മാത്രം. കറണ്ടൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ കറണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്താൻ്റെ ആയിരുന്നു വീട് കേട്ടോ. ഇത്ത ഒറ്റക്കാണ് ഇവിടെ താമസം അല്ലേ? ഒറ്റക്ക് തന്നെയാണല്ലേ? പേരെന്താ പേര്? എങ്ങനെ നിങ്ങൾ ഇവിടെ ഒറ്റക്കായത്? അത് ഒരു ഒഴിഞ്ഞ ഏരിയയിലാണല്ലോ. ഉമ്മ മരിച്ച് അതിൻ്റെ ശേഷമാണ് ഞാൻ ഇവിടെ ഒറ്റക്ക് താമസം. നിങ്ങൾ ഒറ്റക്കാണ് താമസം? അപ്പോൾ നിങ്ങൾക്ക് വേറെ കുടുംബക്കാരൊന്നുമില്ല. നിങ്ങളുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല? ഇല്ല അല്ലേ? അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ശരിക്ക് വരൂരിനടുത്ത് കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഒലിച്ചി എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇവിടെ. അതിൻ്റെ തൊട്ടടുത്തൊരു ഫോറസ്റ്റിലേക്ക് പോകുന്നൊരു വഴിയുണ്ട്. അപ്പോൾ ആ ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴിയല്ലേ ഇത്, അല്ലേ? കാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അതിൻ്റെ ഒരു അരിക്കായിട്ട്, അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടൊന്നും ശരിക്കും ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും ഇത്രയും വർഷം ചിലപ്പോൾ ഈ രൂപത്തിൽ കിടന്നിട്ടുണ്ടാവുക. ഇപ്പോഴും നിങ്ങൾ വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഏതൊരവസ്ഥയിലാവുക എന്ന് നമുക്ക് വരാൻ പറ്റില്ല. കാരണം ഓരോ കഴുക്കോലുകളും നിൽക്കുന്നത് വീഴാറായിട്ടുള്ള ആ ഒരു അവസ്ഥയിലാണ്. നിങ്ങൾ എങ്ങനെ ഇവിടെ താമസിച്ചിരുന്നത്? ഇടിഞ്ഞിട്ട് തന്നെ കിടന്നായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ വെച്ച് കണ്ടു? അവിടെ തന്നെയാണോ ഭക്ഷണം വെക്കല്? ആ അടുപ്പിൽ? ഇന്ന് എന്താ വെച്ചത്? വെച്ചിട്ടില്ല. അതെന്തെന്ന് വെക്കായിരുന്നു? വീട് പൊളിക്കല്ലേ. അല്ലെങ്കിൽ എന്താ വെക്കാറ്? അല്ലെങ്കിൽ കുറച്ച് ചോറ് വെക്കാറുണ്ട്. ചോറ് വെക്കും. എന്താ കഴിച്ച്? ഇന്നെന്താ കഴിച്ച്? ബ്രെഡ് വാങ്ങിച്ച് കഴിച്ചു. ബ്രെഡ് വാങ്ങിച്ച് കഴിച്ച്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല അല്ലേ? പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കട്ടിന്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങൾ വെക്കല്? മേടിച്ചു വിടുന്നതാണ്. അവിടെ അല്ല വെക്കാറ്, അവിടെയാണ് വെക്കാറ്. അതല്ലേ? വീട് പൊളിക്കല്ലേ, കോട്ടരുമ ചോട്ടിൽ കിടത്ത്. എത്ര കോട്ടരുമ? ഇത് എങ്ങനെ ഈ കോട്ടരുമ കുറെ ആയിട്ടുണ്ട് ഇവിടെ? താഴത്തേക്ക് പോകാറില്ല, ഇപ്പൊ പൊളിച്ചപ്പള കൂടുതലും. ഓ, ഓടിന്റെ ബാക്കിലായിരുന്നു അല്ലേ കോട്ടരുമ? ഇന്നലെ ഞാൻ ഇവിടെ വന്നു പൊളിച്ചപ്പോഴാണത് ഫുള്ളായിട്ട് കണ്ടത്. അപ്പോൾ നിങ്ങളുടെ വീട് പിന്നെ ഈ ആരും ഇങ്ങനെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ കാണുന്നുണ്ട്, എത്ര ആൾക്കാർ കണ്ടു. ഒഴിഞ്ഞ ഏരിയ ആയതുകൊണ്ടാണ് പോണവരും ഒക്കെ കാണാറുണ്ടോ? അപ്പൊ ആരെങ്കിലും ഇവിടെ വന്ന് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? ഇല്ല, വിശേഷങ്ങൾ ചോദിക്കാറില്ല. അതല്ലേ? അപ്പൊ നിങ്ങളുടെ അവസ്ഥ ആരോടും പറയാറുമില്ലേ? അങ്ങനെ പറയാറൊന്നുമില്ല. അതാണ്, അതായത് ഈ അർഹതപ്പെട്ടവരുണ്ടല്ലോ അവരെവിടെയും ചോദിക്കില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. അർഹതപ്പെടാത്തവർ ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചു നടക്കും ചെയ്യും. എങ്ങനെയാണ് ശരിക്കും അറിയണത് എങ്ങനെ എങ്ങനെ ഈ ഒരു അവസ്ഥ? എന്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇതിന്റെ മുകളിൽ ഷീറ്റ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതിന്റെ അവസ്ഥ കണ്ടപ്പോഴാണ് ഞാൻ വന്നത്, ആരെയും വിളിക്കാൻ കാരണം. പിന്നെ ഇവരുടെ ഒരു മനസ്സും കൂടി നമ്മൾ കാണണം കേട്ടോ. അതായത് പഞ്ചായത്തിന് വേണ്ടിയിട്ട് അവിടെ എത്ര സെന്റ് സ്ഥലം വിട്ടുകൊടുത്തിരിക്കുന്നത്? 1 സെന്റ് സ്ഥലം നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് വെള്ളം, അതായത് നമ്മുടെ നാട്ടിൽ താഴത്തെ അതും കുറച്ച് ഉയർന്ന ഏരിയയാണ്. അപ്പോൾ താഴത്തെ ആളുകൾ വെള്ളം കുടിക്കട്ടെ എന്ന് വിചാരിച്ച് പഞ്ചായത്തിന് വേണ്ടിയിട്ട് 1 സെന്റ് സ്ഥലം അവിടെ അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അത് നിങ്ങൾ വിട്ടുകൊടുത്ത് തന്നെയാണ്? കല്ലും നിങ്ങൾ കൊടുത്താണ് അല്ലേ? അല്ലേ?
അപ്പോൾ അവിടെ ഞാൻ അടുക്കളയിൽ കുറച്ച് വെള്ളം ക്യാൻലായിട്ട് ഇരിക്കുന്നുണ്ട്. അത് എവിടെ നിന്ന് കുടിക്കാൻ കൊണ്ടുവരണം എവിടെ നിന്ന് താഴത്ത് നിങ്ങൾ ഏറ്റി കൊണ്ടുവരും? കന്നാസിൽ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം മാത്രം കൊടുത്താൽ മതി വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവരും അല്ലേ? അപ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ ഇവിടെ എടുത്തേക്ക് കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് എവിടെ ഡ്രസ്സുകളൊക്കെ എടുത്തേക്കുന്നത്? ബാഗിലാ? കട്ടിൻ്റെ അടിയിൽ ബാഗിലാക്കി വെക്കുകയാണോ? ആ ഭക്ഷണം ആയി കഴിഞ്ഞാൽ എവിടെ വെക്കുക സാധനങ്ങൾ? ഇതൊക്കെ കംപ്ലീറ്റ് എന്താ പേര് പറയാ? കോട്ടരുമല്ല ഫുള്ളായിക്കണത്. വീട് പൊളിച്ചപ്പോൾ ഇളകിയൊക്കെ തോന്നുന്നില്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കാണുന്നവരൊക്കെ വിചാരിക്കേ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ടൊക്കെ ജീവിച്ചുകൂടെ, എന്തിനെങ്ങനെ ജീവിക്കണത്? അപ്പോൾ എന്താ അവരോട് പറയാനുള്ളത്? ജോലി ചെയ്യാൻ വണ്ടി തട്ടിയിട്ട് ഇരിക്കാം, ചെയ്യാം. അതിൻ്റെയാണ് ഈ സർജറി കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ കാണുന്നത്. കൈൻ്റെ മുകളിൽ മടക്കാനും പറ്റില്ലേ? ഭാരം അതല്ലേ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചോദിച്ചിരുന്നു വാഷ്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് ഇതൊക്കെ എവിടെയാന്നുള്ളത്. അതൊന്നും ഇല്ല എന്നുള്ളതാണ്. ഒരു കുഴി, ഒരു പണ്ടെന്നോ ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തന്നു ആ കുഴി അല്ലേ. അപ്പോൾ ഇപ്പോൾ 50,000 രൂപയാണ് ശരിക്ക് പഞ്ചായത്തിൽ നിന്ന് പാസ്സായി എന്ന് പറഞ്ഞു. അത് ആദ്യം ഒരു 25 കിട്ടും, പിന്നെ അതിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം കിട്ടും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഷീറ്റ് ഇടാനിപ്പോൾ ഈ 50,000 കൊണ്ട് നമ്മുടെ വർക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഇത് അതിന്റെ മുകളിൽ ഷീറ്റാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ സ്റ്റീലിടും, ഈ സ്റ്റീലിട്ടിട്ട് അതിന്റെ മുകളിൽ നമ്മുടെ തകര ഷീറ്റില്ലേ, ആ ഷീറ്റാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ചൂട് കൂടെ. ഇവിടെ ചൂടുള്ള സ്ഥലമാണോ? ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കിടക്കാൻ ചൂട് ആ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നടക്കുമോ? ബുദ്ധിമുട്ടാണ്. ആണ്. അപ്പോൾ എത്ര രൂപ കൊണ്ടുവരും ശരിക്കും നമുക്ക് ഓട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 85,000 രൂപ 85,000 രൂപ ചിലവുണ്ടാവും. എത്ര രൂപ ഇപ്പോൾ കയ്യിലുണ്ട്? ഇപ്പം 50 രൂപ. 50 രൂപ ഉള്ളത്. 35,000 രൂപ നമുക്ക് ഷോർട്ടാണ്. അപ്പോൾ 35,000 ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓടാവും അല്ലേ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഞാൻ ലത്തീഫിനോട് ഇതൊക്കെ ചോദിച്ചിട്ടാണ് വന്നത്. അതായത് ഇതിപ്പോൾ ഒരു ഓടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ ചിലവ് വരും, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ തന്നെ പറയാലും ഇന്നത്തെ ആ ചൂട് ഒഴിവായി നമുക്കിപ്പോൾ ഇതേമാതിരി താമസിക്കാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം ചോർന്നൊലിക്കാതെ ഉള്ള ആ രൂപത്തിലേക്ക് നമ്മൾ ഓടാക്കുക അല്ലേ. അപ്പോൾ അതിന് കുറച്ച് ക്യാഷ്, ഇനി 35,000 രൂപ കുറവ് ഇത് നിങ്ങൾ വെച്ചോളി. ഇതിന് 35,000 രൂപ ഉണ്ട്, 50 രൂപ ഉണ്ട്. അപ്പോൾ ഇത് ഓടാക്കി മാറ്റുക. ഓടിട്ട് ആ മേയാനുള്ള രൂപത്തിലേക്കുള്ള സെറ്റ് ചെയ്യാനുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നവർ ഇപ്പോൾ നമ്മുടെ ഒരു അവസ്ഥ കണ്ടല്ലോ, ഈ അവസ്ഥ കണ്ട് ഇതൊന്ന് തേച്ച് കൊടുക്കുക, ഒന്ന് ടൈലിട്ട് കൊടുക്കുക, ആ കിച്ചനൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് വരികയാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക. നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന രൂപത്തിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം. നമ്മുടെ അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ ഒന്നും കൊടുത്തിട്ട് നമ്മൾ ചെയ്യാറുമില്ല. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ബന്ധപ്പെടുക അല്ലേ. ഇന്നത്തെ പോട്ടെ, സന്തോഷമല്ലേ അല്ലേ? ഞാൻ ഇടയ്ക്ക് വരും, ഞാൻ എവിടെയെങ്കിലും വന്ന പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ആയിക്കോട്ടെ ശരി. അപ്പോൾ ഓക്കെ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ കാണാം. ശരി, ഓക്കെ.